സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹ് എന്ന എഴുത്ത് ബാ, സീന്, മീമ്, അല്ലാഹ് എന്ന പദം. ബാ പറയുമ്പോൾ അറബി ഭാഷയിൽ ബാ പറയുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് ചുണ്ടിൻ്റെയും ചുണ്ടുകളുടെ നനഞ്ഞ ഭാഗങ്ങൾ തമ്മിൽ ചേരണം. ബാ അതാണ് വേണ്ടത് കേട്ടോ. ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസാനി തിലാവ മസായിലിൻ്റെ രണ്ടാമത്തെ വീഡിയോ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ബിസ്മില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. കാണാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലുണ്ട്, അതൊന്ന് കാണുക. അതിനുശേഷം തുടർച്ചയായിട്ട് അർ റഹ്മാനിർ റഹീം ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹി അർ റഹ്മാനി അർ റഹീം. ബിസ്മില്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ അവസാനത്തെ ബിസ്മില്ലാഹ് ഹാ കേൾക്കണം എന്ന് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ബിസ്മില്ലാഹ് എന്തുകൊണ്ടാണ് അല്ലാഹ് എന്ന് പദം ഉച്ചാരണം വരുന്ന ആ പദത്തെ അല്ലാഹ് എന്ന് പറയേണ്ടത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേട്ടുവെക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. രണ്ടാമതായി കാണാം അർ റഹ്മാനി അർ റഹീം. രണ്ട് പദങ്ങൾ അർ റഹ്മാനി അർ റഹീം. അള്ളാഹുവിൻ്റെ പേരുകളാണിത്. റഹ്മാനായ അള്ളാഹു, റഹീമായ അള്ളാഹു. ബിസ്മിയുടെ ആശയം വരുന്നത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമങ്ങളെ കൊണ്ട് ഞാൻ ഇതാ തുടങ്ങുന്നു. അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും ബറക്കത്ത് തേടിയിട്ടാണ് ഞാൻ ഈ തുടങ്ങുന്നത്. അതാണ് ഈ പറയുന്നത്. അപ്പോൾ അർ റഹ്മാൻ അർ റഹീം, അള്ളാഹുവിന് എത്രയോ പേരുകളുണ്ടല്ലേ, എത്രയോ ഇസ്മുകളുണ്ട്. എന്നാൽ അള്ളാഹു ഈ വിശുദ്ധമായ ഖുർആൻ തുടങ്ങാൻ തിരഞ്ഞെടുത്തത് ഈ രണ്ട് നാമങ്ങളാണല്ലോ, അർ റഹ്മാൻ അർ റഹീം. കാരണം അതിൻ്റെ ആശയം വരുന്നത് എന്താ? അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു. എല്ലാവർക്കും ഗുണം ചെയ്യും. ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമല്ല അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത്, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമല്ല അള്ളാഹു സൗഭാഗ്യങ്ങൾ കൊടുക്കുന്നത്, എല്ലാവർക്കും അള്ളാഹു കൊടുക്കും ഈ ദുനിയാവിൽ. ഇല്ലേ? അതനുസരിക്കുന്നവർക്കും കിട്ടും, അനുസരിക്കാത്തവർക്കും കിട്ടും, അംഗീകരിക്കുന്നവർക്കും കിട്ടും, ഇല്ലാത്തവർക്കും കിട്ടും. അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളായ ആളുകൾക്കും കിട്ടും. ഇല്ല, അവിടെ അള്ളാഹു പക്ഷാഭേദമൊന്നും കാണിക്കാറില്ല. എന്നാൽ അർ റഹീം, അള്ളാഹു റഹീമുമാണ്. റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ആളുകൾ, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ച ആളുകൾ, അവർക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകമായി നന്മ ചെയ്യും. അവർക്ക് മാത്രമായിരിക്കും നാളെ കിട്ടുക. അതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും അള്ളാഹു നിഅമത്ത് ചെയ്യുന്നു, നാളെയും എല്ലാവർക്കും നിഅമത്ത് ചെയ്യുക, അത് ഒരു ഈക്വൽ ആവൂലല്ലോ. ഇവിടെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്കൊരു പ്രത്യേകതയുണ്ട് ഇല്ലേ, അവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കണം. അത് നാളെ എന്ത് ചെയ്യും? ആഖിറത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ എല്ലാം ഉൾക്കൊള്ളുന്ന വചനമായതുകൊണ്ടാണ് എന്ത് ചെയ്ത് റഹ്മാൻ റഹീമായ അള്ളാഹു. ഇനി അത് ഉച്ചരിക്കേണ്ട ഉച്ചാരണം എങ്ങനെയാണ്? നമ്മൾ റഹ്മാൻ റഹീം, ചില റഹ്മാനുർ റഹീം പറയാറുണ്ട്. റഹ്മാനുർ റഹീം ചില നന്നാക്കി കൊളവാക്കാന്നൊക്കെ പറയില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം പറയാം. അള്ളാഹു എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, അള്ളാഹു എന്ന പദം അള്ളാഹു എന്നൊക്കെ നന്നാക്കി പറയുന്ന ടീമുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ല, മറിച്ച് എന്ത് ചെയ്യാം, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. അതിലുള്ളത് ഉള്ളതുപോലെ. ബിസ്മില്ലാഹി, അവിടെ ഹ ആണ്. ഹ ഞാൻ ഇന്നലെ പറഞ്ഞു, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന്, തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് എന്ത് വരേണ്ടത്? ഹ വരേണ്ടത്. ബിസ്മില്ലാഹി അവിടെ നിന്ന് വരണം. രണ്ടാമത് പറയുന്നത് അർ റഹ്മാനി. അർ റഹ്മാനി അവിടെ അലിഫും ഉണ്ട് ലാമും ഉണ്ട്. അലിഫ്, ലാം, റാ, ഹാ, മീം, നൂന്, ഇത്രയാണ് നമ്മൾ കാണുന്നത്. ഈ അർ റഹ്മാൻ എന്ന് ഉച്ചരിക്കുമ്പോൾ ഈ ലാമ് കേൾക്കാറില്ല. അതിന് പ്രത്യേക ഒരു പേര് പറയുന്നത് ഷംസിയ എന്ന് പേര് പറയും. അതായത് ആ ലാമ് അവിടെ കേൾക്കൂല. ആ റാഇന് എന്ത് ചെയ്താൽ മതി? ഷദ്ദ് കൊടുത്തൊക്കെ പറഞ്ഞാൽ മതി. അർ റഹ്മാൻ, അൽ റഹ്മാൻ എന്ന് ആരും പറയാറില്ല, അൽ റഹ്മാൻ എന്ന് പറയൂല. അപ്പം ബിസ്മില്ലാഹി അർ റഹ്മാനി, പിന്നെ കൂട്ടി ഓതുമ്പോൾ എന്ത് പറയണ്ട? അലിഫ് പറയണ്ട. അപ്പോൾ ബിസ്മില്ല, ഒരാൾ അവിടെ അലിഫ് ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ബിസ്മില്ലാഹി അൽ റഹ്മാനി അൽ റഹീം എന്ന് പറഞ്ഞാൽ അത് ഓതൽ തെറ്റാണ്. അങ്ങനെയല്ല ഓതേണ്ടത്. ബിസ്മില്ലാഹി റഹ്മാനി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റാ. നമ്മുടെ മലയാളത്തിലുള്ള ഒരു അക്ഷരമാണ് എന്ത്? മലയാളത്തിലുള്ള അക്ഷരം ഇല്ലേ, റാ ഇല്ലേ? തറ, പറ എന്ന് പറയുന്ന അക്ഷരം. പറഞ്ഞു അതിൽ റാ ഉണ്ട് ഇല്ലേ? അപ്പം ആ റാ പറയുന്ന പോലെ, ആ റാ പറയുന്നത് പോലെ അത് റായാണ്, റാ. അതുപോലെ അല്ല ആരെ ഉച്ചരിക്കേണ്ടത്? അറബി ഭാഷയിലെ റാ പറയേണ്ടത്. റാ അതിനൊരു കുറച്ചൊരു ഘനമുണ്ടാകും. റാ റാ അർ റാ അർ റഹ്മാനി അർ റഹ്മാനി. നിങ്ങൾ പറയുമ്പോൾ ഇത് വലിയ പ്രയാസമുള്ള സംഗതിയാണോ സാർ, ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ട് മുതലേ ഓതുന്നത്? അങ്ങനെയല്ല, നമ്മൾ പഠിക്കാൻ ശ്രമിക്കലാണല്ലോ ഇത്. ഇതുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം അർ റാ അർ റാ ഒരു ഗാംഭീര്യത്തോട് കൂടിയിട്ടാവണം എന്ത് ചെയ്യേണ്ടത്? ഒരു മുഴക്കം ഉണ്ടാവണം ആ ശബ്ദത്തിന്.
പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഹാ പറയാം, അർ-റഹ്മാനി. ഹാ, അത് നമ്മൾ നേരത്തെ ഹാ പറഞ്ഞില്ലേ, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗം, ആ ഭാഗത്തിൻ്റെ ഒരല്പം മുകളിൽ, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ആര് വരുന്നത്? തൊണ്ടയുടെ 3 ഭാഗങ്ങൾ ഏതൊക്കെ? താഴ്ഭാഗം, അതുപോലെ മധ്യഭാഗം, മുകൾ ഭാഗം. ഇവിടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് ഹാ വരുമ്പോൾ നടുഭാഗത്ത് നിന്നാണ് ആര് വരുന്നത്? ഹാ വരുന്നത്. ഹാ, റഹ്മാനി. പറഞ്ഞു നോക്കി. ഈ വയസ്സാം കാലത്ത് എനിക്ക് പറയാൻ പറ്റൂല എന്ന് ബേജാറാവണ്ട, പറ്റുന്ന പോലെ ഒന്ന് പറഞ്ഞ്. ഹാ റഹ്, ഹാ റഹ്, ഹാ ഹി ഹു എന്നൊക്കെ പറയുന്ന റഹ്മാനി, റഹ്മാനി. അവിടെ മീമിന് ശേഷം ഒരു അലിഫ് നീട്ടണം, 2 ഹർക്കത്ത് എന്ന് പറയും. ചില ആള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് തെറ്റാണ്. റഹ്മാനി അല്ല, അവിടെ അത്ര നീട്ടണ്ട. എത്ര കിട്ടിയാൽ മതി? ഒരൊറ്റ അലിഫ്. റഹ്മാനി, അർ-റഹ്മാനി, ആ ഒരു അലിഫ് നീട്ടിയാൽ മതി, അത്ര നീട്ടാൻ പാടുള്ളൂ. മുമ്പ് അവള് യാസീനൊക്കെ ഓതുമ്പോൾ പറയാണ്ട്, യാസീൻ എന്ന് ഓതണ്ട. എങ്ങനെ? യാസീൻ, അത്ര ഓതാൻ പാടുള്ളൂ. പക്ഷേ ഓതുമ്പോൾ യാസീൻ അങ്ങനെ ഒരു ഓതലുണ്ട്, അത് തെറ്റാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് യാസീൻ പഠിക്കുമ്പോൾ നമ്മളത് പറയും ഇൻഷാ അല്ലാഹ്. റഹ്മാനി, റഹ്മാനി, നീ അവിടെ തെറ്റിപ്പോകും പല ആളുകൾക്കും. നമ്മൾ പലപ്പോഴും കുട്ടികളൊക്കെ വിളിച്ച് ചോദിപ്പിക്കുമ്പോഴൊക്കെ വലിയവർ അങ്ങനെ തന്നെ ഓതലുണ്ട് പലരും. റഹ്മാനു, ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം പറയാറുണ്ട്. റഹ്മാനുർ റഹീം തെറ്റാണത്, റഹ്മാനിയാണ്, അടിയിലാണ് വരാം. റഹ്മാനി, ബിസ്മില്ലാഹിർ റഹ്മാനി അർ-റഹീം, ഈ പറഞ്ഞതുപോലെ തന്നെ അർ-റഹീം. അത് കൂട്ടി വന്നുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ ഹായാണ്, റഹീം അല്ല. ഹാ, റഹീം, റഹീം. അവസാനം ചുണ്ട് പൂട്ടുകയും വേണം. ബിസ്മില്ലാ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ആ ബിസ്മി നോക്കി മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുണ്ട് പൂട്ടണം. അവസാനം റഹീം കേട്ടോ. മീമ് വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഈ 2 ചുണ്ടുകൾ പൂട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. റഹീം എന്ത് ചെയ്യുക? അങ്ങനെ ഒരു പൂട്ടലില്ലാത്ത രൂപത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ത് ചെയ്യുക? അങ്ങോട്ട് പോയി ഒറ്റ അടിക്ക് അങ്ങോട്ട് ഓടിപ്പോയി, അങ്ങനല്ല. ഓതുമ്പോൾ ഇനി എന്ത് ചെയ്യണം? ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ കൃത്യമായിട്ട് ഓതിയിരിക്കണം അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇത് നമ്മുടെ പഠന ക്ലാസ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് ഇപ്പം എനിക്ക് ഒറ്റ പോക്കിനങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. വീഡിയോ കുറേ എന്ത് ചെയ്യും, അധികം നീട്ടി കൊണ്ടുപോകാൻ നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ അതല്ല നമ്മുടെ ഉദ്ദേശം. എന്താ? നമ്മൾ ഈ ഓതുമ്പോൾ അത് കൃത്യമായിട്ട് ഇനി ഓതണം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഓതാൻ കഴിയണം. ഇപ്പോൾ ഇത് അറിയുന്നവർക്കും, അതായത് അക്ഷരങ്ങൾ അറിയുന്നവർക്കും അല്ലെ ഓതാൻ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കോലത്തിലായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക, എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. ഈ ബിസ്മി ഒന്നുകൂടെ, ഇനി ബിസ്മി ചൊല്ലുമ്പോൾ ഇനി തെറ്റിപ്പോകാൻ പാടില്ല. കാരണം ബിസ്മി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നാണ് നബിതങ്ങൾ പറഞ്ഞത് അല്ലേ? എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം. അപ്പോൾ ബിസ്മി ചൊല്ലുമ്പോൾ നമ്മൾ ഇനി തെറ്റിപ്പോകാൻ പാടില്ല. ബിസ്മി, ബിസ്മി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബിസ്മി, ബിസ്മി. ബാ പറയേണ്ടത്, സീന് പറയേണ്ടത്, മീം പറയേണ്ടത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇൻഷാ അല്ലാഹ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കാം, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ബിസ്മി, മീം പറയേണ്ട രൂപം പറയാം. മീം പറയേണ്ട രൂപം പറയണം. 2 ചുണ്ടുകൾ എന്ത് ചെയ്യണം? കൂട്ടി മുട്ടണം. മീ പറയണം, ബിസ്മി പറയണം. അതുപോലെ ബിസ്മില്ലാഹി, ഹാ കേൾക്കണം, അല്ലാഹി കേട്ടോ. അർ-റഹ്മാനി, ഹാ റാ ഒക്കെ കേൾക്കണം, റാ. അർ-റഹ്മാനി, അതുപോലെ മീം നീട്ടാൻ പാടില്ല. റഹ്മാനി എന്ന് നീട്ടാൻ പാടില്ല. അർ-റഹ്മാനി അത്ര നീട്ടാൻ പാടുള്ളൂ. അർ-റഹീം, റഹ്മാനി നീ കേൾക്കണം, നീ വരണം. ഏത്? റഹ്മാനു പറയാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം അല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീം. അവിടെ അതുപോലെ റഹീം, റഹീം. പിന്നെ ഈ ഹീം നീട്ടുമ്പോൾ നിർത്തുമ്പോൾ ഒന്ന് നീട്ടി നിർത്തണം. ഒന്ന് നീട്ടി, നമ്മൾ റഹ്മാൻ പറഞ്ഞ പോലെ ഒരു അലിഫല്ല, അവിടെ എന്ത് ചെയ്യണം? കുറച്ച് അല്പം ഒന്ന് നീട്ടി നിർത്തണം. റഹീം, റഹീം. അല്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് നീട്ടി എന്ത് ചെയ്യണം? നിർത്തണം. ഇതാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവസാനത്തെ മദ്ദിന് മദ് ആരിദ് എന്നൊക്കെ പേര് പറയും. ആ മദ്ദും ശബ്ദമൊന്നും ഇപ്പോൾ അധികം അങ്ങോട്ട് പറഞ്ഞു തരുന്നില്ല. കാരണം എന്താ? ഇതെല്ലാവർക്കും കൂടെ ഉൾക്കൊള്ളാനുള്ളതായതുകൊണ്ട് ഒരു പൂർണ്ണമായ തജ്വീദിൻ്റെ ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക്
തെറ്റ് കൂടാതെ എന്ത് ചെയ്യുക, ഇത് കേട്ടാൽ തജ്വീദോട് കൂടിയിട്ട് വലിയ തെറ്റൊന്നുമില്ലാതെ ഓതാൻ കഴിയുന്ന ഒരു ശൈലിയിൽ ഓതാൻ പറ്റുക. അതാണ് നമ്മുടെ ഉദ്ദേശം ഇൻഷാ അല്ലാഹ്. അല്ലാതെ തജ്വീദിൻ്റെ ഈ അക്ഷരങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഹർഫുകൾക്കും ഈ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ സിഫത്തുകളൊക്കെ ഉണ്ട്, ഓരോ വിശേഷണങ്ങളുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്കും മനസ്സിലാവും, എല്ലാവർക്കും ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വരില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ക്ലാസ് ഇങ്ങനെ നീണ്ടുപോവുകയും ചെയ്യും. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പറ്റുന്നതിനകത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ മാത്രം. ആ ഹാഇൻ്റെ വിഷയം, ഹാ പറയേണ്ടത്, റഹ്മാനി നീ ഉച്ചരിക്കേണ്ടത് അവിടെ, അതുപോലെ തന്നെ റഹീം നിർത്തേണ്ടത്, ഒക്കെയാണ് നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ബിസ്മി ഓതി നോക്കി ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ ഒന്ന് ഓദിക്കും ഒരു വട്ടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതിയേ? എത്ര മതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അത് ഓതി എന്ത് ചെയ്യുക, ശീലമാക്കുക കേട്ടോ. ഇനിയും പഴയ തെറ്റ് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരാക്കി തരുമാറാകട്ടെ. ഈ പറഞ്ഞു തന്ന എനിക്കും അള്ളാഹു അതിൻ്റെ ഒരു മിസ്ൽ സവാബ് നൽകട്ടെ, നിങ്ങൾക്കും അള്ളാഹു കൂലി നൽകട്ടെ. നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞ് പള്ളിക്കാടുകളിൽ അന്തി ഉറങ്ങുന്ന നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ, അവർക്കൊക്കെ അള്ളാഹു അതിൻ്റെ മിസ്ൽ സവാബ് ചേർത്ത് ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അടുത്ത ക്ലാസ്സിലും നിങ്ങൾ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു, കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ഇത് ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു പ്രവേശന കവാടം മാത്രമാണ്. അള്ളാഹു അത്തരത്തിൽ ചേർന്ന ആൾ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഈ ഖുർആന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും. അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടും, പഠിക്കാനൊക്കെ ഉപകാരമാകും ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.